അന്ന് ഇത് സാഹിത്യകാരന്മാരെ മാത്രം ഉൾക്കൊള്ളുന്ന ഒരു സംഘടനയായിരുന്നെങ്കിൽ പിന്നീട് അത് കലാകാരന്മാരെയും നമ്മുടെ പൊതുജനങ്ങളെയും പൊതുസേവകരെയും സാംസ്കാരിക പ്രവർത്തകരെയും ഒക്കെ ഉൾപ്പെടുത്തി വിപുലീകരിക്കുകയാണ് ചെയ്തത്. നമുക്ക് ഒരു കാലമുണ്ടായിരുന്നു, കലയും സാഹിത്യവും സംസ്കാരവും ഒക്കെ വരേണ്യവർഗത്തിന്റെ കീഴിൽ ഒതുങ്ങിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതായത് ശൂദ്രന് വേദം കേട്ടാൽ ചെവിയിൽ ഈയം മുറുക്കി ഒഴുക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുറെ വർഷങ്ങൾ കഴിഞ്ഞാണ് കലക്ക് വേണ്ടിയല്ല, കല സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയാണെന്നുള്ള തത്വങ്ങളൊക്കെ പുരോഗമന കലാസാഹിത്യ സംഘത്തിലൂടെ നമ്മളിലേക്ക് എത്തുന്നത്. അതുവരെ ഈ പറഞ്ഞ പോലെ വരേണ്യവർഗത്തിന്റെ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ കീഴിൽ ഇത് മലയാളത്തിന്റെ പ്രിയങ്കരിയായിട്ടുള്ള സാഹിത്യ വിമർശക ഡോക്ടർ എം ലീലാവതി അവരുടെ 94-ാം ജന്മദിനത്തിൽ അവരുടെ ആശംസകളുമായി എത്തിയപ്പോൾ അവർ പറഞ്ഞൊരു വാക്യം ഒരുപക്ഷെ ശരാശരി മലയാളിയുടെ മനസ്സിലേക്ക് ഗൗരവപൂർവം കടന്നു വരേണ്ട ഒന്നാണ്. ലീലാവതി ടീച്ചർ 90 വയസ്സ് കഴിഞ്ഞു. അവരുടെ പിറന്നാൾ സദ്യയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗാസയിലെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ജീവനും ആഹാരത്തിനും വിലപിക്കുമ്പോൾ എൻ്റെ തൊണ്ടയിൽ എങ്ങനെ ഭക്ഷണം ഇറങ്ങും എന്നാണ് ലീലാവതി ടീച്ചർ പറഞ്ഞത്. അങ്ങനെ ഒരു എഴുത്തുകാരിക്ക് പറയാനാവും. ഈ ലോകത്തിൻ്റെ മുമ്പിൽ കൈ മേലോട്ട് കാട്ടി നിലവിളിക്കുന്ന കുട്ടികളുടെ ശബ്ദം എങ്ങനെ കലാകാരന് കാണാതെ പോകാനാകും? അതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ ശബ്ദം. നമ്മുടെ ചരിത്രത്തിലെ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചാൽ ഇവർക്ക് അവിടെ ഒരു ഇടപെടലും നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഒരു തരം നമ്മുടെ ജീവിത പ്രക്രിയയിലൂടെ രൂപപ്പെട്ട മതേതരത്വ ഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മതപരമായിട്ടുള്ള ആചാരങ്ങളെയും അതുപോലെ തന്നെ സ്മൃതികളെയും ഓർമ്മകളെയും ഒക്കെ തന്നെ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുമായിട്ട് ഇവർ പോകുമ്പോൾ യഥാർത്ഥ ചരിത്രം പഠിപ്പിച്ചാൽ ഇവർക്ക് ഇവരുടെ ആശയ പ്രചരണത്തിന് സാധ്യമാകുകയില്ല. യഥാർത്ഥത്തിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഇതിനൊക്കെ ഒരു പ്രത്യേക ശക്തി അവനെ ഒരു പ്രത്യേക രീതിയിൽ ഉപയോഗിക്കുകയും സാധാരണക്കാരെ അതിന്റെ രീതിയിൽ അഭിരമിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിശേഷമുണ്ടായി. ഉദാഹരണത്തിന് സാംസ്കാരിക ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രം എന്ന് പറഞ്ഞാൽ ഒരു ജനവർഗത്തിന്റെ മാത്രമല്ല, ഒരു സംസ്കാരം മാത്രമല്ല. നമുക്കൊക്കെ അറിയാം 5000 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഒരു സാംസ്കാരിക ചരിത്രമാണ് നമുക്കുള്ളത്. മൊഹൻജദാരോ, ഹാരപ്പ, ആര്യൻ സംസ്കാരം, ദ്രാവിഡ സംസ്കാരം, അതിൽ വന്ന അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ പാരമ്പര്യം, ചരിത്രവും ചരിത്രാതീത കഥകളും പുരാണങ്ങളും ഇതിഹാസങ്ങളും, ഇതൊക്കെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ കാലഘട്ടത്തിലെ കവികൾ വളരെ ഗൗരവമായിട്ടും ചിന്താധീരരായിട്ടും മനസ്സിലാക്കിയതും എഴുതിയതും ആയിട്ടുള്ള പുസ്തകങ്ങളാണ് ഇതൊക്കെ. മറ്റു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സാധ്യതയും പ്രാധാന്യവും ഏറിക്കൊണ്ടിരിക്കുന്നു എന്നതൊരു സംശയവുമില്ല. ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ കേരളത്തിലെങ്കിലും നമുക്ക് ഇത്രയെങ്കിലും സംസാരിക്കാനും ഇത്രയെങ്കിലും പറയാനും സാധിക്കുന്നല്ലോ എന്നുള്ള സന്തോഷിക്കാൻ വകയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ അതിനു പോലും അവസരമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം എന്ന രീതിയിലും മറ്റു പല സംഘടനകളായിട്ടും അവരവരുടെ ശബ്ദങ്ങൾ ഉറക്കെ കേൾപ്പിക്കുന്നു എന്നുള്ളത്, ബഹുസ്വരങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുരോഗമന കലാസാഹിത്യ സംഘം പ്രത്യക്ഷത്തിനപ്പുറമുള്ള കാര്യങ്ങളെ നമുക്ക് അത്ര പെട്ടെന്ന് അനലൈസ് ചെയ്യാൻ കഴിയുന്നതല്ല. ഇന്ത്യയുടെ ഇന്നത്തെ ഒരു നില വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ഒരു പുതിയ വാർത്ത എന്ന് പറയുന്നത് അഹമ്മദാബാദിലെ വലിയ ഒരു ലുലു മാൾ വരുന്നുണ്ട്. 550 കോടിയുടെ ഒരു ഡീല് സ്ഥലം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 1500 കോടി 3000 കോടി എന്നൊക്കെയാണ് അതിന്റെ
കണക്ക് പറയുന്നത്. വലിയ രീതിയിൽ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അഹമ്മദാബാദിന് പ്രത്യേകതകളുണ്ട്. ഗുജറാത്തികളായ വ്യവസായികൾ അവരാണ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട നട്ടെല്ല് പോലെ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നത്. 2014 18.6 ബില്യൺ വരുമാനമുണ്ടായിരുന്ന അല്ലെങ്കിൽ ആസ്തി ഉണ്ടായിരുന്ന മുകേഷ് അംബാനി ഇപ്പോൾ 10 വർഷം കഴിഞ്ഞ് 2024 എത്തുമ്പോൾ അത് 119.8 ബില്യൺ ഡോളറായി മാറി എന്നുള്ളത് 543% വളർച്ചയുണ്ടായി. അതുപോലെ തന്നെ അദാനിയെ കുറിച്ച് നോക്കുമ്പോൾ 7.1 ബില്യൺ ഡോളർ ഉണ്ടായിരുന്ന അദാനി ഇപ്പോൾ അത് 117 ബില്യൺ ഡോളർ ആണെങ്കിൽ 1543% വളർച്ച. മുകേഷ് അംബാനിയെക്കാളും 2 ഇരട്ടി എക്സ്ട്രാ, അതായത് 500 ആണെങ്കിൽ 1500 വളർച്ച വരുന്നത്. അദാനിയെ പോലെയുള്ള ബിസിനസ്സുകാർ വളർന്നുകൊണ്ടിരിക്കുന്നു, അതിനു വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. പുതിയ കാലത്ത് വളർച്ചയും വികസനവും ഒക്കെ ഇന്ത്യയുടേത് എടുത്തു പറയുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ഒളിച്ചു കടത്തലുകൾ നടത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കുന്ന സമയത്ത് അതിന് വേണ്ട മറ്റുള്ള വിഷയങ്ങൾ എന്തെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് തന്നിട്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ പിന്നിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, അവരാഗ്രഹിക്കുന്ന പല വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നു. അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി അവരെന്തൊക്കെയോ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ സംസാരിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാക്കി തരികയാണ് സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ വിമർശനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിനെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ അതൊന്നുമല്ല, അതിനേക്കാളും വലിയ വിഷയങ്ങൾ അതിന്റെ ഉള്ളിലൂടെ കടത്തപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ പോകുമ്പോൾ ഈ പ്രത്യക്ഷത്തിൽ നമ്മുടെ ഉദ്ഘാടകനും അതുപോലെ ബാലകൃഷ്ണ മാഷും പുഷ്പകനും ഒക്കെ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചു. നമ്മുടെ പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ യൂണിറ്റ് കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പുരോഗമന കലാ സാഹിത്യ സംഘം എന്താണെന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്താണെന്നും സ്വാഗതം പറഞ്ഞ സ്കാനിയും അതുപോലെ തന്നെ നമ്മുടെ ദൗത്യം എന്താണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് മറ്റ് സുഹൃത്തുക്കളും പറഞ്ഞു കഴിഞ്ഞു. തീർച്ചയായിട്ടും പുരോഗമന കലാ സാഹിത്യ സംഘം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൽ പുരോഗമനമുണ്ട്, കലയുണ്ട്, സാഹിത്യമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം പറഞ്ഞു. ജീവൽ സാഹിത്യ പ്രസ്ഥാനം, പുരോഗമന കലാ സാഹിത്യ സംഘം പ്രസ്ഥാനം, അതുപോലെ ദേശാഭിമാനി സ്റ്റഡി സർക്കിൾ, പിന്നീട് ദേശാഭിമാനി പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന രൂപത്തിൽ വളർന്നു വന്ന ഈ സംഘടനയ്ക്ക് യൂണിറ്റുകളും അതുപോലെ തന്നെ മുകളിലോട്ടുള്ള ഘടകങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനൊരു പ്രത്യേക മെമ്പർഷിപ്പോ അല്ലെങ്കിൽ ഇന്ന് രാഷ്ട്രീയത്തിന്റെ ആൾക്കാർ അതിൻ്റെ ഉള്ളടക്കം ഉണ്ടാവണമെന്നോ അങ്ങനെ യാതൊരു തരം നിബന്ധനയില്ല. ആർക്കും ഈ പറയുന്ന ആശയങ്ങൾ, അതായത് പുരോഗമനപരമായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കും ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കും ഇതിൽ പങ്കെടുക്കാവുന്നതും അവരുടെ ആശയപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതുമാണ്. ഏകദേശം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ജില്ലാ സെക്രട്ടറി ഇതേപോലെ പുരോഗമന കലാസാഹിത്യ സംഘം NGO ഹാളിൽ ഉദ്ഘാടനം ചെയ്തു. ഓർമ്മയുണ്ടാവും. ആ സമയത്ത് നല്ല ആൾക്കാരാണ്, 50ഓളം ആൾക്കാർ അന്ന് പങ്കെടുത്തിരുന്ന ഒരു നല്ലൊരു സമ്മേളനമായിരുന്നു അന്ന് നടന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ പല കാരണങ്ങളാലും നമുക്ക് പറ്റിയില്ല. പിന്നീടാണ് പോലായി 2 വർഷം മുമ്പ് ഇവിടെ വെച്ചിട്ട് വിജ്ഞാനകല യൂണിറ്റ് സമ്മേളനം നടത്തിയത്. 2 വർഷമായി ഇപ്പോൾ നമ്മുടെ പല കാര്യങ്ങളും ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് ഒരു കൺവെൻഷൻ നടത്തിയതുകൂടി നമുക്ക് നല്ല രീതിയിൽ തന്നെ വിദ്യാനഗർ യൂണിറ്റ് സജീവമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഞങ്ങൾ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൺവെൻഷൻ വിളിച്ചത്.